ലോക പ്രമേഹ രോഗ ദിനം നവംബർ 14. നല്ല നാളേക്ക് വേണ്ടി ഇന്ന് പഠിക്കാം. ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ 1991 മുതൽ നവംബർ 14 പ്രമേഹ രോഗ ദിനമായി ലോകമെങ്ങും കൊണ്ടാടുകയാണല്ലോ. കോടാനുകോടി മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഇൻസുലിൻ കണ്ടുപിടിച്ച ഫ്രെഡറിക് ബാൻഡിന്റെ ജന്മദിനമാണ് നവംബർ 14. ഓരോ വർഷവും ഈ പ്രമേഹ രോഗ ദിനത്തിൽ ഒരു ആപ്തവാക്യം അല്ലെങ്കിൽ ഒരു ചിന്താവിഷയം കൊടുക്കാറുണ്ട്. 2022 ചിന്താവിഷയം നല്ല നാളേക്ക് വേണ്ടി ഇന്ന് പഠിക്കാം, എഡ്യൂക്കേഷൻ ടു പ്രൊട്ടക്ട് ടുമോറോ എന്നാണ്. കഴിഞ്ഞ ദശകത്തിലെ ഭയപ്പെടുത്തുന്ന സ്ഥിതി വിവര കണക്കുകളാണ് ഈ ചിന്താവിഷയം തിരഞ്ഞെടുക്കുവാൻ കാരണം. കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ പ്രമേഹ രോഗികളുടെ എണ്ണം 4 ഇരട്ടിയായി കൂടിയിരിക്കുക. ഇപ്പോൾ തന്നെ 537 ദശലക്ഷം പ്രമേഹ രോഗികൾ ആഗോളപരമായി ഉണ്ട്. അതിൽ 74 ലക്ഷം നമ്മുടെ ഭാരതത്തിൽ ആണ്. ഈ 2021 ഈ 537 ദശലക്ഷം 2030 643 ദശലക്ഷവും 2045 783 ദശലക്ഷമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പകുതി പ്രമേഹ രോഗികളും രോഗലക്ഷണങ്ങളുടെ അഭാവം കൊണ്ട് അവർ പ്രമേഹ രോഗികളാണെന്ന് അറിയുന്നില്ല. ഭൂരിപക്ഷം പ്രമേഹ രോഗികളും അവികസിത രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. അതായത് വേണ്ട രീതിയിലുള്ള രക്ഷയും മരുന്നുകളും സഹായവും ആശുപത്രി സൗകര്യങ്ങളും അവർക്കില്ല. അത് കാരണം ഗുരുതരമായ പ്രത്യാഘാതങ്ങളും സംരക്ഷണ ചെലവുകളും കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. രോഗത്തെപ്പറ്റിയും രോഗകാരണങ്ങൾ, സങ്കീർണതകൾ, രോഗലക്ഷണങ്ങൾ, ചികിത്സ നിർണയം, ചികിത്സാ രീതികൾ, ജീവിത ശൈലികൾ എന്നിവയെപ്പറ്റി രോഗികൾക്കും ബന്ധുക്കൾക്കും ഹെൽത്ത് വർക്കേഴ്സിനും നല്ല വിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. നിരന്തര രോഗബോധവൽക്കരണം കൊണ്ട് രോഗനിയന്ത്രണവും രോഗപ്രത്യാഘാതങ്ങളും രോഗനിരക്കും കുറയ്ക്കുവാൻ സാധിക്കുമെന്നും പല രാജ്യങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിലെ പ്രമേഹ രോഗസ്ഥിതിയിലേക്ക് നോക്കാം. നഗരങ്ങളിൽ പ്രായപൂർത്തിയായുള്ളവരിൽ പ്രമേഹ രോഗനിരക്ക് 20%. ഈയിടെ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ 17 ലക്ഷം പേരുടെ ഒരു പഠനം നടത്തി. 30 വയസ്സ് കഴിഞ്ഞ 17 ലക്ഷം പേരുടെ പഠന നിരക്കിൽ പ്രമേഹ രോഗികളുടെ ശതമാനം 8.2. അതായത് ഏതാണ്ട് 15 ലക്ഷം പ്രമേഹ രോഗികൾ കേരളത്തിലുണ്ടെന്ന്. അതുപോലെ ജസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രസവിക്കുന്ന അമ്മമാരിൽ 6ൽ 1 ആൾ 16% പേർക്ക് പ്രമേഹ രോഗം ഉണ്ടെന്നാണ്. നമ്മുടെ കേരളത്തിൽ 767 പ്രസവമാണ് ഒരു ദിവസം നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വർഷം 2.7 ലക്ഷം ആൾക്കാർ പ്രസവിക്കുന്നു. അപ്പോൾ 47,000 പേർ പ്രമേഹ രോഗികളെ. ഈ 47,000 പേർ വേണ്ടത്ര രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു 20% പേർക്കും 10-15 വർഷം കഴിഞ്ഞാൽ പ്രമേഹ രോഗം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രമേഹ രോഗത്തിന് ചികിത്സകളുടെ പ്രധാന മോട്ടോ ടീച്ച് ദ പേഷ്യൻറ്റ് ടു ട്രീറ്റ് ഹിസ് ഓർ ഹെർ ഡയബറ്റീസ്. തന്നെത്താൻ ചികിത്സിക്കുവാൻ രോഗിയെ പഠിപ്പിക്കുക എന്നതായിരിക്കണം പ്രമേഹ രോഗ ചികിത്സയുടെ ആപ്തവാക്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭാവിയിൽ പ്രമേഹ രോഗ നിരക്ക് കുറയ്ക്കുവാനും പ്രമേഹ രോഗങ്ങളുടെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുവാനും പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയുടെ നിരക്ക് കുറയ്ക്കുവാനും പ്രമേഹ രോഗത്തിൻ്റെ നിരക്കും നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും എന്നുള്ളത് നിസ്തർക്കമാണ്. താങ്ക് യു.